ഇത്രയും വൃത്തികെട്ട രീതിയിൽ കള്ളം പറഞ്ഞിട്ട് പേജുകൾ ഉണ്ടാക്കി. ഇപ്പോൾ വാട്സാപ്പ് പേജൊക്കെ ഇപ്പോഴാണ് നവമാധ്യമ പേജ് വന്നത് നമുക്ക് പറയാം. ഇങ്ങനെ തുടങ്ങിയാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതെല്ലാം ബൂമറാങ്ങായിട്ട് വരുവുള്ളൂ അവർക്ക്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വോട്ടർമാരുണ്ട് ഇവിടെ. എനിക്കുറപ്പാണ് കോൺഗ്രസ്സിനകത്തുള്ള UDF-നകത്തുള്ള മാന്യതയുള്ള ഒരാളും ഇത് അംഗീകരിക്കില്ല. ഒരാൾക്കും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ചിലരെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ വിഷമിക്കണ്ട, ഞങ്ങൾക്കൊക്കെ അതിലെതിരെ അഭിപ്രായമുണ്ട്, ഇത് ഏത് ഗ്യാങ്ങാണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇനി മുസ്ലിം ലീഗിനകത്ത് എന്താ മാന്യമായിട്ട് ഇടപെടുന്ന പെരുമാറുന്ന ആളുകളില്ലേ? ഇതെവിടുന്ന് കൊണ്ടുവന്നു ഈ സംഘത്തെ? എവിടുന്ന് കൊണ്ടുവന്നവരാണ്? വടകരക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ആരെങ്കിലും ഉണ്ടാവാം വടകരയിലുള്ളവരും. എവിടുന്നോ കൊണ്ടുവന്ന ഒരു സംഘം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ വ്യാമോഹമാണിത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് എന്നെ കുറേ കരുതേച്ചാൽ എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ മാറ്റി ചെയ്യുന്നുള്ളത്. കുടുംബ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഇട്ടാൽ ആ കുടുംബത്തിൽ എന്നെ അറിയുന്നവരില്ലേ? അവർ പറയില്ലേ ഞങ്ങളുടെ ശൈലജ ടീച്ചർ ഇങ്ങനെയല്ല എന്നുള്ളത്, ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും. അതുകൊണ്ട് അത് ഇങ്ങനെ നിരന്തരമായിട്ട് വരുമ്പോൾ എനിക്ക് അത് പറയാതിരിക്കാം. ഞാൻ ഇത്ര ആളും ക്ഷമിച്ചു. ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു മതി, അതങ്ങോട്ട് പോവാൻ നോക്കാം, നമുക്ക് 1-2 ഇട്ടിട്ട് അങ്ങ് പോവാൻ നോക്കാം. പക്ഷെ 1-2 മരണവെപ്രാളം കാണിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം തിരഞ്ഞെടുപ്പിന് 5-8 ദിവസമേ ഉള്ളൂ. ഇനി എന്ത് വെപ്രാളം കാണിക്കാമെന്ന് എനിക്കറിയില്ല. ഒരുതരം വെപ്രാളം, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടങ്ങൂ എന്ന മട്ടിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പാർട്ടിയിലോ പെട്ടവരാകട്ടെ, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറയാം. ഈ നുണപ്രചരണത്തിൽ വിശ്വസിക്കരുത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാൻ ദയവുണ്ടാകണം. പറഞ്ഞതൊന്നും മനസാ വാചാ കർമ്മണ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല, കൊടും കുറ്റകൃത്യങ്ങളാണ്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷണർക്കും വരണാധികാരിക്കും പരാതി നേരത്തെ എല്ലാം ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വന്ന ഈ 2-3 കാര്യങ്ങൾ അതിൽ ഇപ്പോൾ പരാതി തയ്യാറാക്കിയിട്ട് ഇന്ന് കൊടുക്കുകയാണ്. വരണാധികാരി ശ്രദ്ധിക്കണം ഈ കാര്യം, അതുപോലെ ഇലക്ഷൻ കമ്മീഷനും ഈ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒരു ഭൂഷണമല്ലാത്ത വളരെ തരംതാണ നടപടിയായിപ്പോയി. ഇതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അവരുടെ രീതി. അത് അവർക്ക് ഗുണഫലമാണെങ്കിൽ ആവട്ടെ എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. സാധാരണയായിട്ട് പോലീസ് കേസ് വരുമ്പം അതിൻ്റെ ഒരു നടപടിക്രമമുണ്ടല്ലോ, അവരുടെ അന്വേഷണവും കാര്യമായിട്ട്. അങ്ങനെയാണല്ലോ ഒരു സാവകാശത്തിൽ അങ്ങനെ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകേണ്ടതാണ്. മാത്രമല്ല വരണാധികാരിയും ഇലക്ഷൻ കമ്മീഷനും ഈ കാര്യം ശ്രദ്ധിക്കണം. ഇത് ഒരു എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല എന്ന് ഇലക്ഷൻ മാനുവലിലുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തവർക്കെതിരെ ശക്തമായിട്ടൊരു പേജിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ, അതും ഫേക്കാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വടകര KL18 അല്ലേ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. വേറെ എന്തെല്ലോ പേരുള്ള. പിന്നെ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ശുദ്ധ തെറി എഴുതുക, കേട്ടാലറക്കുന്ന തെറി. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ എതിരഭിപ്രായം എഴുതാം, അതിനൊന്നും വിരോധമില്ല. നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ കേട്ടാലറക്കുന്ന തെറിക്ക് വേണ്ടി ഒരു സംഘത്തെ കൊണ്ടുവന്നിരിക്കുക എവിടുന്നോ. പിന്നെ ഞാനിതിലൊന്നും അതിശയപ്പെടുന്നില്ല കേട്ടോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇതേ ഉണ്ടാവുള്ളൂ ഇവരിൽ നിന്നുള്ളത്. പക്ഷെ അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിയിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കൊടുക്കുന്നതിലുപരി ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, വടകര പാർലമെൻറ്റ് മണ്ഡലം, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ, നിങ്ങളെന്നെ പൊളിറ്റിക്കലായിട്ട് വിമർശിച്ചോ, ഞാൻ പറയുന്ന പൊളിറ്റിക്സ് ശരിയല്ലെന്നോ എൻ്റെ പ്രവർത്തനം ശരിയല്ലോ നിങ്ങൾ പറഞ്ഞോ. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ അത് കുടുംബ സദസ്സിലേക്ക് നിങ്ങൾ അയച്ചാൽ അത് ദയവ് ചെയ്ത് എൻ്റെ സഹോദരന്മാർ വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ, ഞാൻ എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയ പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ, പാർലമെൻറ്റിൽ ശബ്ദമുയർത്താൻ ഇടതുപക്ഷം അവിടെ പോകണം. ഇന്ത്യയുടെ ജനാധിപത്യം തകരുമ്പോൾ ശക്തമായിട്ട് ഉറച്ചു നിൽക്കാൻ ഇടതുപക്ഷം അവിടെ ചെല്ലണം. ഞാൻ പോയാൽ അതാ ചെയ്യാം. പിന്നെ കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ അവിടെ ഇടതുപക്ഷം ഉണ്ടാകണം. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനം, ഇന്നലെ വികസന സെമിനാർ നടത്തി ഇവിടെ. അതിനകത്ത് വന്ന ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ഞാൻ MP ആയാൽ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി, ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി, ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി
എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും അത്തരം പ്രോജക്റ്റുകൾ കിട്ടാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തും. ഞാനത് ചെയ്യും. കാരണം ഞാൻ MLA ആയപ്പോഴും മന്ത്രി ആയപ്പോഴും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം അറിയുന്ന കാര്യമാണ്. ഞാനാണ് ഏറ്റവും ശരി, എല്ലാം ചെയ്തത് ഞാനാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പതറി ഇരിക്കാതെ നിവർന്നു നിന്ന് ആ പ്രതിസന്ധിയെ നേരിടാൻ ജനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാനൊരു MP ആയാലും ചെയ്യും, ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുക, ജീവിതത്തിൽ ആദ്യമായിട്ട്. അത്ര വൃത്തികെട്ട ഒരു സംഘമാണ് അവർ. നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കണം. ഇനി ആർക്കെങ്കിലും ഇവരുടെ മേൽ വല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം. അതിനകത്തെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗൂഢസംഘത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ അവരോട് പറയുന്നതായിരിക്കും നല്ലത്.